നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വടക്കേ മലബാറിൻ്റെ ക്ഷേത്ര അനുഷ്ഠാന കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപമായ തിടമ്പ് നൃത്തവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. തിടമ്പ് നൃത്തം ഒരുപാട് ലെങ്ത്തിൽ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും. ഇന്നിപ്പോൾ അതിൻ്റെ തിടമ്പ് അലങ്കരിക്കുന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പ്രശസ്ത ദേവനർത്തകൻ ബ്രഹ്മശ്രീ അണലക്കാട്ടില്ലത്ത് മാധവ നമ്പൂതിരിയാണ് തിടമ്പ് നൃത്തം ചെയ്യുന്നത്. അദ്ദേഹമാണ് അലങ്കരിക്കുന്നത്. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. തിടമ്പ് നൃത്തത്തിനാവശ്യമായ തിടമ്പ് അലങ്കരിക്കുന്നത്, അതായത് നമ്മൾ ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ പുറത്തെഴുന്നള്ളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബലിബിംബത്തിനെയാണ് നമ്മൾ തിടമ്പായിട്ട് മാറ്റുന്നത്. ആ ബലിബിംബത്തിനെ 2 മുള കൊണ്ടുണ്ടാക്കിയ ചട്ടം എന്ന് പറയും. റൗണ്ടിൽ മുള കൊണ്ട് കെട്ടിയിട്ട് നമ്മുടെ കൊട്ടയൊക്കെ മടയുന്നത് പോലെ മടഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അത് കൊശവൻ എന്നൊക്കെ പറയുന്ന പ്രത്യേക സമുദായത്തിൻ്റെ ആളുകൾ ചെയ്യുന്നതാണ്. അവർ ചെയ്തു തരുന്ന ചട്ടം എന്ന് പറയുന്ന 2 ചട്ടം ഉണ്ടാവും, മുൻചട്ടവും പിൻചട്ടവും. അതിൽ ഈ ബലിബിംബത്തിൻ്റെ പ്രഭ മുൻചട്ടത്തിൽ കെട്ടി ഉറപ്പിക്കുകയും അതിനോടുകൂടി മാലകൾ ചാർത്തുകയും, മാലകൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മാലകൾ കെട്ടുന്ന ചെക്കി, തുളസി തുടങ്ങിയ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പൂക്കൾ കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ കഴകക്കാരായ വാര്യർ, നമ്പീശൻ, ഷാരടി തുടങ്ങിയ സമുദായത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും മിക്കവാറും ഉണ്ടാകുക. അവർ കെട്ടിക്കൊടുക്കുന്ന മാലകൾ വിവിധ നീളത്തിൽ, വിവിധ ഡിസൈനിൽ, അതിന് പലതിനും പല പേരുകളുണ്ട്, അത് നമുക്ക് വഴിയെ കേൾക്കാം. ആ മാലകൾ വച്ചിട്ട് അലങ്കരിക്കുകയാണ് ചെയ്യുക. അതുപോലെ ഈ തിടമ്പ് അലങ്കരിക്കുമ്പോൾ പൂക്കളും മാലകളും ഈ ചട്ടത്തിന് ചാർത്തുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ തിരുവാഭരണങ്ങൾ എന്നാണ് പറയുക. അത് വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ താമരപ്പൂവിൻ്റെ സാദൃശ്യമുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ മിന്നി എന്ന് പറയുന്ന പുറംചട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. മിന്നിയുടെ ഒരു മാലയാണ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ അതിന് വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ കൊടയുണ്ടാവും മുകളിൽ. ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടി അതിൻ്റെ കൂടെ ചേർക്കും. അതുകൂടാതെ ഈ തിടമ്പ് നൃത്തത്തിൻ്റെ മാലകളൊക്കെ ഈ ചട്ടത്തിന് തുന്നി ചേർക്കുന്നത് പച്ച ഈർക്കിൽ, നമ്മുടെ ഓലയുടെ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിൽ മുറിച്ചെടുത്തിട്ട് അത് പിരിച്ചിട്ട് അതിനെ കൊണ്ട് കുത്തിച്ചേർക്കുകയും അതിനെ കൊണ്ട് നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുക. 99% ഈർക്കിൽ തന്നെയാണ് ഉപയോഗിക്കുക. കുറച്ച് ദർഭയും ഉപയോഗിച്ചിട്ടുള്ള കെട്ടുകളുണ്ട്, കുറച്ച് നൂല് ഉപയോഗിച്ചിട്ടുള്ള കെട്ടുകളും. വർഷമായിട്ട് 34 പിന്നെ നൂല് ലേശം ലൂസാക്കിയാൽ പിന്നെ കുറച്ചുകൂടെ എത്തിക്കാനാവും. ഇനി വെളുമ്പ്, ഇതിപ്പോൾ പിൻചട്ടം എന്നാ പറയാ. പിൻചട്ടത്തിന് ഇത് പിന്നെ പിൻചട്ടത്തിന് ചാർത്തുന്ന ഈ ചട്ടം, ചെറിയ പിൻചട്ടം തന്നെ ഇതിനെയും പറയാം. അത് കഴിഞ്ഞാൽ മിന്നി, ഇതൊക്കെ വെള്ളിയിലെ മിന്നി, സ്വർണത്തിൻ്റെ ആവാം. അങ്ങനെ മിന്നി, ഇത് 3 റൗണ്ട് മിന്നി. അതിൽ ഇത് മിന്നി മാല പറഞ്ഞാൽ ഒരു ഭാഗത്ത് പച്ച, ഒരു ഭാഗത്ത് ചുവപ്പ്, അങ്ങനെയാണ് ഉണ്ടാവുക. ചക്കിയും അല്ലെങ്കിൽ തുളസിയോ ചന്ദനോ ഇതായിട്ടാണ് ഉപയോഗിക്കുക. ഇത് പുറംചട്ടത്തിൻ്റെ. ഇനി ഇത് വെളുമ്പ് മാല ഇതില്ല. ഇതുപോലുള്ള ചട്ടം, ഈ ചട്ടത്തിനാണ് ഇത് ചാർത്തുന്നത്. ഇത് പിൻചട്ടം, ഇത് മുൻചട്ടത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 108 മിന്നി വേണ്ടി വരുമ്പോൾ പുറംചട്ടത്തിന് 108 മിന്നി. അതിൻ്റെ അളവ് പിന്നെ ചട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വലുപ്പം കുറഞ്ഞതുണ്ടാവും. അന്നേരം അത്ര 108 വേണ്ടി വരില്ല. ചിലപ്പോൾ വലുപ്പം കൂടുതലാകും, ചിലപ്പോൾ 108, 110 അങ്ങനെയൊക്കെ വരും. പിന്നെ അത് കൃത്യമായിട്ടുള്ള അളവ് അതിന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ 3
ചുറ്റ് ആയിട്ടാണ് വരിക പുറംചട്ടം, 3 ചുറ്റ്. പിന്നെ നാലാമത്തേത് ഇത് വെളുമ്പുമാല, പുറവെളുപ്പ് എന്ന് തന്നെ പറയാം, വെളുമ്പുമാല. അത് പലതരത്തിലുള്ള മാല ഉണ്ടാവും, അരഞ്ഞാണ മാല ഉണ്ടാവും, കണ്ണാടി മാല. അതൊക്കെ പിന്നെ ഈ മാല കെട്ടുന്ന കലാകാരന്മാരെ അനുസരിച്ച് അവരെ കഴിവിനനുസരിച്ചിട്ട് മാലകളായിരിക്കും. അപ്പോൾ ഈ മാറ്റങ്ങളുണ്ടാവും. പിന്നെ മിന്നിമാല മാറില്ല, ഇതേപോലെ തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് കെട്ടുന്നതുകൊണ്ട് ഇതിന് പാമ്പുമാല പറയും. വേറെയുണ്ട് പാമ്പുമാല, ഇതില്ലാണ്ട് പിന്നെ വേറെ കുറച്ചുകൂടെ ഇതായിട്ടില്ല. ഇത് പാമ്പുമാല തന്നെ. അതുപോലെ കണ്ണാടി മാല ഉണ്ടാവും, അരഞ്ഞാണ മാല, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മാലകൾ ആണ് ഈ വെളുമ്പിൽ ഉപയോഗിക്കുന്നത്. ഇത് അവസാനത്തെ പിന്നെ ഈ നാലാമത്തെ വരുന്നത് പുറവെളുമ്പ് മാല. അത് പിന്നെ ഈ ദർബയിൽ ആണ് കെട്ടും, ദർബേനെ കൊണ്ട്. മറ്റേതൊക്കെ ഈർക്കൽ, ഇത് ദർബേനെ കൊണ്ട് ഇത് കെട്ടുവായില്ല. ഇങ്ങനെ ഉണ്ടാവാം. വെളുമ്പ് ചാർത്തി കഴിഞ്ഞാൽ ഇത് ഇപ്പം പിഞ്ചട്ടായി. ഇത് പിഞ്ചട്ടെന്ന് പറയും. ഇനി ചാർത്തേണ്ടത് മുഞ്ചട്ടം. ഈർക്കൽ, ഈ ഈർക്കലാണ് മിന്നി അവിടെ നിലനിർത്തുന്നത്. ഈ ഈർക്കലാണ് ഈ മിന്നീൻ്റെ ഈ മാലയുടെ മുകളിൽ മിന്നി, ആ മിന്നീൻ്റെ ഇടയിലെ കൂടെ ഇല്ല നൂലിലെ കൂടെ ഈ ഈർക്കൽ കോർത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മാലയും മിന്നിയും അവിടെ സെറ്റായിട്ട് അവിടെ വരും. ഇതിനിപ്പോൾ ഇങ്ങനെ കുറുക്കി കഴിഞ്ഞാൽ വീഴില്ല. ഇതാണ് തിടമ്പിൻ്റെ പ്രഭ. ഈ പ്രഭ ഇതിന് കെട്ടുവയ്ക്കാം. എന്നിട്ടാണ് ഈ ഭഗവാന്റെ ബിംബം ഇതിലേക്ക്, ഈ പ്രഭ അതിലേക്ക് ഇറക്കി വെക്കുക. ഈ ചട്ടത്തിൻ്റെ മധ്യത്തിലായിട്ട് നോക്കിയിട്ട് അത് കെട്ടുക. അതുപോലെ ഈ കാല് ഈ കുറച്ച് ഈ പിന്നെ ചട്ടത്ത് കുറച്ച് ഇറക്കിയിട്ട് ഇതിൻ്റെ പ്രഭയുടെ കാല് ഇത് വരുന്നത് ഇതിങ്ങനെ കുറച്ച് ഇറക്കിയിട്ട് വരും ഏകദേശം. അപ്പോൾ 2 ഭാഗം ഏകദേശം ഒരേപോലെ. അതുപോലെ ഇതിൻ്റെ ഈ പിന്നെ നോക്കി കഴിഞ്ഞാൽ കുട ഇവിടെ ആയിട്ടാണ് വരിക. ഇതിൻ്റെ ബാക്കിലാണ് കെട്ട്. പച്ച വെക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്നത് നൂലാണ്. ഈ നൂലിൻ്റെ മുകളിലാണ് ഈ പച്ചര ഇത് മുഴുവൻ ഉണ്ടാകും. ഇത് ഒരേ ലെവലിൽ വെക്കുക പരമാവധി. ഇത് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ആ പച്ചക്ക് കാണാനുണ്ടാവും. മാല ഒരു ഭാഗം ചെരിഞ്ഞു പറയുന്നില്ലേ, ഈ നൂല് ചെരിഞ്ഞുണ്ടാകും. ഇത് ലെവലല്ല ചെരിക്കാം. ഇത് ഒരേ ലെവലല്ലെങ്കിൽ ഇത് പച്ച ചേർത്ത് കഴിഞ്ഞാൽ അത് താഴ്ത്തു പൊന്തിട്ടുണ്ടാവും. പിന്നെ അത് നേരെയാക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ താഴ്ത്തോ പൊന്തിട്ടോ മനസ്സിലാവും. അതേപോലെ തന്നെ ഏകദേശം ഇത് കെട്ടും ശരിയാവുന്നത് ഉദരം എന്നാ പറയാം, ഉദരമാല എന്നാ പറയാം. ഉദരമാല പറഞ്ഞാൽ ഭഗവാന്റെ വയറ് നമ്മളെ പിന്നെ അങ്ങനെ പറയാം. ഇതിൻ്റെ മുകളിലാണ് ബാക്കിയിലെ മടിമാലയെല്ലാം ഇടുക. ഇത് ഈ പച്ച എന്നും പറയേ. പച്ച നമ്മൾ സാധാരണ പറയുമ്പോൾ പച്ചമാല പറയും. പിന്നെ ഇത് നല്ല കനത്തിൽ വേണം. തുളസി ആയാലും പൂവളായാലും ചന്ദനായാലും അതുപോലെ ഇത് തുമ്പ ഒക്കെ ഉപയോഗിക്കണ്ടേ. 20 മുഴമാണ് പണ്ടത്തെ കണക്കിന്. 20 മുഴെന്നാണ് പറയാം. പക്ഷേ ഇപ്പം 20 മുഴൊന്നും അല്ല. നല്ല കനത്തിൽ, മുമ്പത്തെ മാല കനമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം നല്ല കനത്തിൽ നല്ല വീതിയിൽ ഉള്ള മാലയായതുകൊണ്ട് എന്നാലും ഇതിൻ്റെ മുകളിൽ ചാർത്തുന്ന മാല ഭംഗിയുണ്ടാവും. അല്ലേ നൃത്തത്തിൻ്റെ സമ്പ്രദായങ്ങൾ ഇതൊന്നും ആർക്കും അറിയില്ല. ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതൊന്നും. ഇതിപ്പോൾ അവർന്ന് ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും ഏറ്റവും അടിയിലത്തെ. ഇത് ഏറ്റവും മുകളിലേക്ക് വരും. ഇതിൻ്റെ ഇടയിൽ മുഖമാല പറയുന്ന സാധനം ഇതായിരിക്കും ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ അത്ര ഇത് മണി കെട്ടാനുണ്ട്. ഇതിൻ്റെ രീതി ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടും
കുറുക്കൽ ആണ് പിന്നാണ്. എടുത്തിട്ട് ഇങ്ങനെ നടുക്കെ കൂടി ഇങ്ങനെ പിരിക്കാം. ഇങ്ങനെ പിരിച്ചിട്ട് വടക്കുക. പിന്നെ നീർക്കൽ പൊട്ടില്ല. നീർക്കൽ പൊട്ടില്ല, നേരെ വടക്കുകയാണ്. ഇനി അടുത്തത് ഏതാ? ഇതാണ് വൈദ്യുതിയാണ്.